എക്സാമിന് പഠിക്കാന്ന് പറഞ്ഞ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകുന്നുണ്ടാവും അല്ലെ. ഇതുവരെ നിങ്ങൾ ആരും തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ മക്കളെ, ഇതൊരു സ്റ്റാർട്ട് ബട്ടൺ ആണ്. ഇത് ക്ലിക്ക് ചെയ്തേ പറ്റുള്ളൂ, ഇത് തുടങ്ങിയേ പറ്റുള്ളൂ. ഇതാണ് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ്. നിങ്ങൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന മക്കളല്ല, നിങ്ങൾ +2-ലെത്തിയ കുട്ടികളാണ്. +2-ലെത്തിയ കുട്ടികൾ എന്ന് പറയുന്നത് +2-ൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താവും നോക്കാൻ പോകുന്നത് അവനായിരിക്കും. നിങ്ങൾ ഈ എക്സാം ഒഴിവാക്കിയിട്ട് അടുത്ത എക്സാമിന് പഠിക്കാന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ എടാ നിങ്ങൾ തീർന്ന്, നിങ്ങൾക്ക് ഇല്ല, ഇനി നിങ്ങൾക്ക് മുന്നോട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നിങ്ങൾ ഈ പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും ഇതേ സ്ഥിതി ആയിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, 100% നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് ഈ ഒരേ സ്ഥിതി ആയിരിക്കും നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പൊ 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് അടുത്ത ക്രിസ്മസ് എക്സാമിന് 8 ചാപ്റ്റേഴ്സ് ഒന്നിച്ച് പഠിക്കാന്ന് വിചാരിച്ചാൽ കഴിയില്ലടാ, കഴിയില്ല. എന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം ഞാൻ പറയട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം നിങ്ങൾക്ക് കഴിയില്ല. ആദ്യത്തെ 4 ചാപ്റ്റർ കുറച്ചെങ്കിലും അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 8 ചാപ്റ്റർ അങ്ങ് ഡിസംബർ ആകുമ്പോഴേക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ എടാ, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര കാലമായടാ പഠിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലായി നമ്മൾ ഉഴപ്പി പോകുന്നത്. ഇനിയെങ്കിലും എപ്പോഴെങ്കിലും നമുക്കിത് അവസാന നിമിഷത്തിലാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒന്നുമല്ല വഴിത്തിരിവ്. ഞാൻ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ +2 സ്റ്റുഡൻസിനോട് ഞാൻ അത് പറയും. +2 എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ വഴിത്തിരിവ്. +2-ൽ നിങ്ങൾ എത്ര പഠിക്കുന്നു, +2-ൽ എത്ര സ്കോർ ചെയ്യുന്നു, അതുപോലെ ആയിരിക്കും നിങ്ങൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ +2-ൽ ഏത് സ്ട്രീം എടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ഡിസൈഡ് ചെയ്യുള്ളൂ, ആ 10ാം ക്ലാസ്സിലെ മാർക്ക്. പക്ഷേ ഈ +2-ലെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ഫീൽഡിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ ടീച്ചർ ആവണോ, നിങ്ങൾ ഡോക്ടർ ആവണോ? നിങ്ങൾക്ക് ഇനി ഡോക്ടർ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ടീച്ചർ ആവാനുണ്ടാവും, CA ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വലിയ ഫീൽഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു +2-ലെ മാർക്കാണ്. +2-ലെ തോറ്റവനെ പോയിട്ട് അപ്പുറം കൊണ്ടുപോയിട്ട് വലിയ നിലയിൽ എത്തിക്കൂല ആരും. നിങ്ങളോട് ചോദ്യം വരും. +2-ൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു, +2-ൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഇതിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. നിങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ചിട്ട് നിങ്ങളെ പാരൻസിനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എത്ര കഷ്ടപ്പെട്ടാണ് അവരെ നിങ്ങൾ സ്കൂളിലേക്ക് വിടുന്നത്. എന്നോ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ പാത്രത്തിൽ ചോറാക്കിയിട്ട് മോനെ കുറച്ചുകൂടി എടുത്തോ, മോളെ കുറച്ചുകൂടി എടുത്തോ, രാത്രി വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്, അങ്ങനെ പറഞ്ഞിരിക്കുന്ന വാരോളം നിങ്ങളെ സ്വപ്നം കാണുന്ന, നിങ്ങൾ വലിയ നിലയിലെത്തുന്ന സ്വപ്നം കാണുന്ന നിങ്ങളെ അമ്മനൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടാ ഇപ്പോഴെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇനിയെങ്കിലും കുറേ ആൾക്കാർ ഇതുവരെ ഈ വീഡിയോ കാണുന്ന പലരും ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ചു വെക്ക്. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ എന്നും പിൻ ചെയ്ത് വെക്കലുണ്ട്, നിങ്ങൾ ആരോ കാണലുണ്ടോ? അതിലൊന്ന് ജോയിൻ ചെയ്ത് അതില്ലെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു വെക്ക്. ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ കറക്റ്റ് കാര്യങ്ങൾ ഉള്ളതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെയും നമ്മളുടെ ബാച്ചിലൂടെയും ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ മക്കളെ എന്ത് ചെയ്യുക, എനിക്ക് കുറേ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കുക, പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. പല ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാന്ന് എനിക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ്. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ. എന്താ അത്ര പണി, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് അനാലിസിസ് ആണ്. നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ എക്സാമിനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? കോറിലേഷൻ ആൻഡ് അനാലിസിസ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഹൈറ്റ് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഹൈറ്റും വെയിറ്റും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു കോറിലേഷൻ മെഷർ ചെയ്യാൻ എങ്ങനെയാണെന്നാണ് കോറിലേഷൻ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത്. കുറേ കാര്യമൊന്നുമില്ല, കുറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി റിഗ്രഷൻ അനാലിസിസ് ആണെങ്കിൽ അതിന്റെ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, അതെന്ത് റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ പറയുന്നത്. ദെൻ 3ാമത്തെ ചാപ്റ്റർ എലമെന്ററി കാൽക്കുലസ് ആണ്. അതിൽ നമ്മൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ് കേട്ടോ പഠിക്കുക. വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട, വളരെ 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 ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ് ഇതിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് റാൻഡം വേരിയബിൾസ്. അതിൽ
ഒരുപാട് വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഓൺ എക്സാമിന് നിങ്ങൾക്ക് ഉള്ളത്. ഈ 4 ചാപ്റ്റേഴ്സ് എജ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഓൺ എക്സാം മുതലേ ഞാൻ പഠിച്ചു തുടങ്ങും, പബ്ലിക് എക്സാമിന് ഇപ്പോഴേ ഞാൻ തയ്യാറാവാണ് എന്നുള്ളത് ഉള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തോ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ കേട്ടോ. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടടാ, നിങ്ങൾക്ക് എജ്യൂപോർട്ട് ഫുൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ.